ഈ പ്രതിക്ക് അനുകൂലമായിട്ട് എടോ ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി കുറഞ്ഞ എന്റെ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിയുടെ പ്രവർത്തകർക്ക് അത്യാവശ്യം തലയ്ക്കകത്ത് ആൾതാമസമുള്ളവരാണ്. അവർക്കറിയാം കേരളത്തിന്റെ കൺകറന്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എന്താണ് ഈ കൺകറന്റ് ലിസ്റ്റ്? അത് താങ്കൾക്ക് അതിനെക്കുറിച്ച് വിവരമില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചു നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. അതല്ലാതെ നിങ്ങൾ എത്ര നേരമായിട്ട് പറയുന്നു ഈ ലിസ്റ്റ്? എനിക്കറിയില്ല, പറഞ്ഞാ എനിക്കറിയില്ല, കൺകറന്റ് ലിസ്റ്റ് അറിയാത്ത ഒരാളാണ് താങ്കളെങ്കിൽ പൊതുസമൂഹത്തോട് താങ്കൾ മാപ്പ് ചോദിക്കുക. ഞാൻ എന്റെ ചർച്ചയിൽ നിന്ന് ഞാൻ പിൻവാങ്ങിയാണ്. നരേന്ദ്രമോദിയാണ് നികേഷ്, അത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പറയണം, അദ്ദേഹം എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത് താങ്കൾ കേട്ടാണല്ലോ. അല്ല, ഞാൻ പറയാം, ഈ ക്ലിപ്പിംഗ് അദ്ദേഹം കൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഞാൻ പറഞ്ഞു ചോദിച്ചത്. എന്താണ് ബിജെപി ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ 100 ദിവസത്തിനകം നിങ്ങൾക്ക് 15 ലക്ഷം രൂപ തരാം അദ്ദേഹം ഒരിടത്ത് പറഞ്ഞിട്ടില്ല. ശ്രീ PC, താങ്കൾ ഏത് മാനസിക രോഗ ആശുപത്രിയിൽ ഇറങ്ങി വന്നു എന്നാണ് കുരുവിള ചോദിക്കുന്നത്. വേഗം മറുപടി, എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം. അവന്റെ തന്തയുടെ മാനസികാരാശുപത്രിയിലാന്ന് പറയിച്ച വൃത്തികെട്ടവരുടെ വീട്ടിൽ കരഞ്ഞോണ്ട് വന്നിട്ട് ആൾ എന്നോട് പറഞ്ഞു, സത്യം ഞാൻ പറയുമ്പോ എന്റെ മാനസിക രോഗം എന്ന് വെച്ച് അവനെ 16 തന്തകി ജനിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞെന്ന് വേണു അവനോടൊന്ന് പറഞ്ഞേക്കണം. താങ്കളെ മനഃപൂർവ്വം തടസ്സപ്പെടുന്നതല്ല, താങ്കൾ നടത്തിയിട്ടുള്ള ഇതേ പരാമർശം ഇതേ ഷോയിൽ